നാഷണൽ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ദീർഘകാലമായ അഭിഭാഷകൻ, ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു ആൾ, ഒരു വ്യക്തി എന്ന നിലയിൽ മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാസമരം ഏതാണ്ട് ഒരു മാസമായി, രണ്ടാഴ്ചയിലേറെ കാലമായി നടക്കുന്ന വനിതാ CPOമാരുടെ സമരം, റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടും ജോലി കിട്ടാത്ത ഈ രണ്ട് സമരങ്ങളെയും കുറിച്ച് എന്താണ്? ഈ രണ്ട് സമരങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ മുറവിളികളാണ്. അവർ മുറവിളി കൂട്ടുമ്പോൾ, അവർ കരയുമ്പോൾ അതെന്താണ് എന്ന് ചോദിക്കാൻ മനസ്സില്ലാത്ത സർക്കാരിനെ ഒരു ജനകീയ സർക്കാർ എന്ന് പറയാനേ സാധ്യമല്ല. ആശമാരുടെ സമരം നീണ്ടു നിന്നു, അവരുടെ സേവനം, അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം, ഇതൊക്കെ നമുക്കറിയാവുന്നവരാണ്. അവരൊരു പ്രശ്നവുമായി വന്നിരിക്കുമ്പോൾ അവരെ മുഖ്യമന്ത്രി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കണ്ടേ, വിഷയങ്ങൾ പറയണ്ടേ, പഠിക്കാനുള്ള കമ്മിറ്റികളെ വെക്കണ്ടേ, പരിശോധിക്കണ്ടേ. തെറ്റായ അന്യായമായ ഒരു കാര്യവും ചെയ്യുന്നില്ലല്ലോ. ആകെ ഉണ്ടായത് എല്ലാ ട്രേഡ് യൂണിയൻ മേഖലകളും കൈയടക്കി വെച്ചിരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം, CITUവിനെ സംബന്ധിച്ചിടത്തോളം അവരെ വെല്ലുവിളിക്കാൻ വേറൊരു ശക്തി വന്നു എന്നുള്ളത് അസഹിഷ്ണുതയോട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നത്തിലേക്കൊരു നിലപാട് ഇവരെടുക്കുന്നത്. രാഷ്ട്രീയമായിട്ടല്ല ജനങ്ങളുടെ കാര്യം കാണേണ്ടത്. മുമ്പ് പിണറായി വിജയൻ CPMൻ്റെ സെക്രട്ടറി ആയിരുന്നിരിക്കാം, CITUവിൻ്റെ നേതാവായിരിക്കാം, പക്ഷെ അത് ഇപ്പം മുഖ്യമന്ത്രിയാണ്, മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് കൂട്ടത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒരു സങ്കടം പറയുമ്പോൾ അതെന്താണെന്ന് പരിശോധിക്കാൻ ബാധ്യതയുണ്ട്. അതിന് പകരം CPMൻ്റെ കണ്ണാടിയിൽ കൂടി, CITUവിൻ്റെ കണ്ണാടിയിൽ കൂടി മാത്രം നോക്കുന്നത് കൊണ്ട് അവരെ തകർക്കാൻ വേണ്ടി എടുക്കുന്ന നിലപാട് ഒരു മുഖ്യമന്ത്രിക്കും ഭരണാധികാരിക്കും ജനാധിപത്യ വ്യവസ്ഥയിൽ യോജിച്ചതേ അല്ല ഈ പിണറായി വിജയൻ ചെയ്യുന്ന നടപടികൾ. ഇത് വലിയൊരു സപ്പോർട്ട് ഇന്ത്യയിലെ, കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആ സമരത്തിനുണ്ടായിട്ടുണ്ട്. ഈ വനിതാ സിവിൽ ഓഫീസർമാർ അവർ വിവരാവകാശ നിയമം അനുസരിച്ച് അന്വേഷിച്ചപ്പോൾ വേക്കൻസി ഉണ്ട് എന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കൊണ്ട് മാത്രമാണ് അവർ പോസ്റ്റ് ചെയ്യാത്തത്. അതിനെതിരെ അവർ നടത്തുന്ന സമരമാർഗങ്ങൾ വളരെ വിചിത്രമാണ്. ഒറ്റക്കാലിൽ നിൽക്കുക, ഉപ്പിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു രക്തം കൊണ്ട് പ്രതിഷേധം എഴുതി. അപ്പോൾ ഉപ്പ് നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഉപ്പ് ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മുടെ ദണ്ഡി സമരം. അങ്ങനെ മഹാത്മജിക്ക് ബ്രിട്ടീഷുകാരെ രാജ്യത്തുനിന്ന് ഓടിക്കാൻ വരെ പറ്റി. പക്ഷെ ഇവിടെ ഉപ്പ് ഇട്ടിട്ട് മുട്ടുകാൽ കുത്തി നിന്ന് ചോര കൊണ്ട് പ്രതിഷേധിച്ചിട്ടും സമരം പരിഹരിക്കുന്നില്ല. അപ്പോൾ നമ്മളെന്താ പ്രാകൃതമായ ഒരവസ്ഥയിലാണോ? ഈ CPMമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. CPM പഠിച്ചിട്ടുണ്ടാവും, ആ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും, മൊത്തം ലിസ്റ്റ് എടുത്തിട്ടുണ്ടാവും. CPM അനുഭാവികളോ വേണ്ടപ്പെട്ടവരോ കുടുംബക്കാരുടെ എണ്ണം പരിശോധിച്ചിട്ടുണ്ടാവും. വേണ്ടപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ് എന്നതുകൊണ്ട് ഇത് കലഹരണപ്പെട്ട് പോട്ടെ, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് തീരുമാനം എടുത്തിരിക്കും എന്ന് ധരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ നിയമിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ ഇവിടെ നിന്ന് പിൻവാതിൽ നിയമനമെന്ന് പേരിട്ട് വിളിക്കുന്ന 1,80,000 നിയമനങ്ങൾ കഴിഞ്ഞ 9 കൊല്ലക്കാലത്തിനിടയിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അതൊക്കെ പലതരത്തിലുള്ളതാണ്. ഈ പറയുന്ന ഈ ബെവറേജ് കോർപ്പറേഷൻ്റെ ഗോഡൗണുകളിൽ കുപ്പി കഴുകുകയും കുപ്പിയുമേ സീല് റാപ്പർ ഒട്ടിക്കുന്ന സ്ത്രീകളെ 6 മാസം കഴിയുമ്പോൾ റെഗുലറൈസ് ചെയ്ത് 22,000 ശമ്പളം കൊടുക്കുന്നുണ്ട്. എത്രയോ ഉണ്ട്, അങ്ങനത്തെ 100 കണക്കിനാക്കാൻ. അതിനൊക്കെ പണമുണ്ട്. അപ്പോൾ ബെവറേജ് കോർപ്പറേഷൻ മദ്യം വിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന പണം എന്നല്ലല്ലോ പറയാം, അതെല്ലാം സർക്കാരിൻ്റെ പണമല്ലേ. അവശ്യമായൊരു സർവീസാണിത്, നോക്കണം. വനിതാ CPOമാരുണ്ടാകേണ്ടുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്തുന്ന സംഗതിയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, വീട്ടിൽ തെളിവെടുക്കാൻ പോകുമ്പോൾ ഒക്കെ പോകേണ്ടുന്ന വനിതാ കോൺസ്റ്റബിൾമാരാണ് ഇവർ. അവരെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ മനുഷ്യാവകാശ പ്രശ്നം കൂടിയിട്ടാണ് ഇത്. ഒരു CPOമാർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളതല്ല, അത് നേരെ തിരിച്ചു വരുന്നത് ഈ ഇവിടുത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശ പ്രശ്നമായി മാറുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. വനിതാ CPOമാരില്ലാണ്ട് പുരുഷ CPOമാർ ഇപ്പോൾ തന്നെ പോയി ആ വീടുകളിൽ പോയി തെളിവെടുക്കാൻ മറ്റു കാര്യങ്ങൾ പോകുന്നതിനേക്കാളും വനിതകൾ ഉൾപ്പെടുന്ന കാര്യത്തിലെങ്കിൽ വനിതാ CPOമാരെ അയക്കാമല്ലോ. ആവശ്യമായൊരു സർവീസാണിത്. ഇത് CPM ഈ ഒരു കാരണം കൊണ്ടാണ് അവരുടെ ആൾക്കാർ കയറില്ല എന്നതുകൊണ്ട് കാത്തിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ആശമാരുടെ സമരം അത് എത്ര മനുഷ്യത്വരഹിതമായി സർക്കാർ കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി അവരെ പുച്ഛിക്കുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ, അതുപോലെ ഇളമരം കരിമിനെ പോലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ അവരെ പരിഹസിക്കുന്നു. അവരിപ്പോൾ നിരാഹാരം കിടന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ, കാരണം പ്രായവും രോഗങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ഈ ആശമാർ, ഇവർ എണ്ണത്തിൽ കുറഞ്ഞതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം.
എണ്ണത്തിൽ കുറഞ്ഞു പോയി. അതായത് 1% അല്ലെങ്കിൽ 5% പ്രാതിനിധ്യമേ ഉള്ളൂ. 26,000 ആശമാർ കേരളത്തിലുണ്ട്. ഇവർ 100-500 പേരേ ഉള്ളൂ. അതൊക്കെയാണോ ഒരു അവകാശ സമരം ചെയ്യാനുള്ള? അവകാശ സമരം ചെയ്യുമ്പോൾ ഒരാളാണെങ്കിലും അയാളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഭരണാധികാരി പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഭരണാധികാരി പരിശോധിക്കുക ഒരാളാണെങ്കിലും ന്യായമുണ്ടോ, നീതിയുണ്ടോ, നിയമമുണ്ടോ എന്ന് മാത്രമാണ് പരിശോധിക്കേണ്ടത്, എണ്ണമല്ല. CPM എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും മോശമായൊരു അവസ്ഥയാണിത്. അവരുടെ എണ്ണത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജനങ്ങളുടെ മൊത്തം അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. ഈ 500 പേരും അപ്പോഴത്തെ 25,000 എന്ന് പറഞ്ഞോളൂ. ആ 25,000-ൽ ഒരു 24,000 പേരെങ്കിലും മാനസികമായി ഇവരുടെ കൂടെയാണ് എന്ന് വസ്തു ഉറപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരും അവരുടെ കുടുംബത്തിൻ്റെ വോട്ട് പിണറായി വിജയൻ കണക്കാക്കണ്ട, ഉറപ്പായിട്ടും എതിരായിട്ട് വീഴും. അവരുടെയൊക്കെ മനസ്സുണ്ട് ഇതിൻ്റെ കൂടെ. അവരോട് വന്ന് കിടക്കുന്നില്ല എന്നേ ഉള്ളൂ, CATൽ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാലറ്റ് പേപ്പർ കിട്ടിയാൽ അവരൊക്കെ തിരിച്ചു വോട്ട് ചെയ്യും. അത് പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ പാഠം പഠിക്കുകയും ചെയ്യും. പിന്നെ ആശമാർ ഒരു വോട്ട് ബാങ്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ആശമാർ എണ്ണത്തിൽ 25,000 ആണെങ്കിലും ഇവർ ഇടപെടുന്ന വീട്ടുകാർ ഇവരൊരു ദിവസം തന്നെ ബന്ധപ്പെടുന്നു. അതെ, 100 കണക്കിന് വീടുകളിൽ പോകുന്നവരാണ്. വയ്യാതെ കിടക്കുന്ന രോഗികളെയാണ് അവർ നോക്കുന്നത്. കാരണം സ്വന്തം ആളുകൾ പോലും മൂത്രമൊക്കെ എടുത്ത് മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ശയ്യാലംബിയായ ആളുകളെ ഇവരാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, മനുഷ്യത്വപരമായ ഒരു സമീപനം ഇനിയെങ്കിലും കാണിച്ചില്ലെങ്കിൽ, ഇപ്പം MA ബേബി ജനറൽ സെക്രട്ടറി ആയപ്പോൾ എന്തെങ്കിലും ഒരു ഇടപെടൽ പ്രതീക്ഷിച്ചു, അതും ഉണ്ടായില്ല. അപ്പോൾ ഇനി എന്താണ്? കാരണം ഈ സമരം ഏത് ദശയിലേക്ക് പോകുമെന്നാണ് ഒരു വിലയിരുത്തൽ. ഈ സമരം ഈ പറഞ്ഞ പോലെ ഒരു വിജയിക്കപ്പെട്ട യുഗം. പക്ഷേ ഈ ലോക ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ പരാജയപ്പെട്ട സമരങ്ങളാണ് പലപ്പോഴും ലോക ചരിത്രഗതിയെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർക്കണം. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനും ഇതിൽ ബാധ്യതയുണ്ട്. BJPയും കാരണം ഈ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് ഇത് പ്രോജക്റ്റ് അവരതാണെന്നാണല്ലോ പറയുക, ആശാ പ്രോജക്റ്റ്. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം ആരോപണം ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലവട്ടം വന്നെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നദ്ദ പല മറുപടികളും പറഞ്ഞു, കൂട്ടിക്കൊടുക്കും, ഇത് ഇൻസെൻറ്റീവ് ഉയർത്തും എന്ന് പറഞ്ഞു, ഒന്നും ചെയ്തില്ല. അപ്പോൾ രണ്ട് സർക്കാരുകളും ഒരു 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 എന്താ പറയുക, നല്ല സമീപനം. ഉത്തരവാദികളാണ് ഇതിന്. അവർ രണ്ട് സർക്കാരുകളാണ് എന്നുള്ളതാണ് പ്രധാനം. രണ്ട് സർക്കാരുകൾ തമ്മിൽ കടലാസ് വെച്ച് കണക്ക് വെച്ച് തീർക്കേണ്ടുന്ന കാര്യങ്ങളെ ഈ പറയുന്ന 25,000 ആൾക്കാരെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന 2-3 ലക്ഷം ആൾക്കാരെ കുരുതി കൊടുക്കുന്നത് ഒരു മര്യാദയ്ക്കും യോജിച്ചതല്ല. ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ CPOമാർ ഇനി 2-3 ദിവസമേ ഉള്ളൂ അവരെ റാങ്ക് ലിസ്റ്റ് കഴിയാൻ. അവർ പഠിച്ചത് തെറ്റായിപ്പോയി, പരീക്ഷ എഴുതിയത് തെറ്റായിപ്പോയി, റാങ്ക് ലിസ്റ്റിൽ വന്നത് തെറ്റായിപ്പോയി. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന അവർ ഒരു ആത്മഹത്യാ സ്ക്വാഡായി മാറിയാൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടിട്ടുള്ള കുറേയധികം അനുഭവങ്ങൾ, ഒരു കമ്മ്യൂണിസം എങ്ങനെ എത്രയും പ്രാകൃതവും വികൃതവുമാക്കാമെന്ന് നാട്ടിൽ തെളിയിക്കുന്നൊരു ഭരണകൂടമാണ് പിണറായി വിജയൻ്റേത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കുറിച്ചോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പോലും ജനങ്ങൾക്ക് പൂർണ്ണമായും നിഷേധാത്മക നിലപാടിൽ എടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ഇവരാണ്. അതിൻ്റെ ഭാഗമായി ആത്മഹത്യാ സ്ക്വാഡ് വന്നാലും അത് പിണറായി വിജയനെ ബാധിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. പക്ഷെ അതൊക്കെ നാളത്തെ തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തിരിച്ചടി ഉണ്ടാകും. പിണറായി വിജയൻ അതിന് കാത്തിരിക്കുന്നതാണ് നല്ലത്. ചരിത്രപരമായ മാറ്റങ്ങൾക്ക് ഇത് വഴി കാരണമാകും.